ഹലോ ഗായ്സ്, നമ്മളെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിപ്പം നമ്മുടെ പൂച്ചയും കൊണ്ട് ആശുപത്രി പോവാം. അച്ചപ്പം കഴിച്ചു തരട്ടെന്ന് 1 മിനിറ്റ്. ഗായ്സ്, പുതിയൊരാളെ കാണിച്ചു തരാം. ഗായ്സ്, അവിടെ ഒരാൾ നിൽക്കുന്നുണ്ടോ? അതാണ് ടീക്കോ. അല്ല, ടീക്കോ ആൽബിൻ്റെ ചെറുക്കനാണ്. ടീക്കോ ഇതാ വരുന്നു. ടീക്കോ ഇവിടെ. ടീക്കോ പേടിച്ച്. ഗായ്സ്, അപ്പം നമ്മുടെ പൂച്ച 2 ദിവസം വീട്ടിൽ മുങ്ങിയായിരുന്നു. നമുക്ക് വീട്ടിൽ 3 പൂച്ചയുണ്ട്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഈ ജ്യൂസ് എന്ന് പറയുന്ന ഒരുത്തൻ രാത്രി 2 ദിവസം രാത്രി നമ്മൾ കൂട്ടിക്കരുന്നതിന് മുമ്പേ മുങ്ങിയിട്ട് പിറ്റേ ദിവസം പൊങ്ങിയപ്പം കാല് ഒരു മുറിവായിട്ടാവുന്നത്. മുറിവ് വെച്ചാൽ ഇവന് വേറെ പൂച്ച എന്തോ അള്ളിയിട്ട് അത് പഴുപ്പായി. അതിപ്പം പൊട്ടി. ഇപ്പം 3 ദിവസമായിട്ട് ഇഞ്ചക്ഷൻ എടുത്തുണ്ട്. ഇന്ന് 3ാമത്തെ ദിവസം. അപ്പം നമ്മളിന്ന് പൂച്ചയും കൊണ്ട് ആശുപത്രി പോകുന്ന ഒരു വ്ളോഗ് എടുക്കാമെന്ന് വെച്ച്. അപ്പം നമ്മുടെ കൂടെ ആൽബിനെണ്ണ ഉണ്ട്. ആൽബിനെണ്ണ ഡ്രൈവർ. നമുക്കെങ്കിൽ പോവാം. ഗൈസ്, നമ്മുടെ വണ്ടിയുടെ ക്ലച്ച് കത്തിപ്പോയായിരുന്നു. അപ്പം ഇത് ഇന്നലെ ശരിയാക്കി കിട്ടിയതേ ഉള്ളൂ. അപ്പം ആദ്യം വണ്ടി ഓടിച്ചാൽ എങ്ങനെയുണ്ട്? വണ്ടി കൊള്ളാം. പഴയൊരു പവർ വന്നിട്ടുണ്ട്. പഴയ പവർ വന്നു. സത്യം പറഞ്ഞാൽ ക്ലച്ച് കത്തിപ്പോയ വണ്ടി ഓടിച്ചാൽ നടക്കുന്നവർക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. വണ്ടി വലിവായിരിക്കും, കുറവായിരിക്കും. കയറി എടുത്തില്ല. നമ്മൾ ഓവർടേക്ക് ചെയ്യാന്നൊക്കെ വെച്ച് നോക്കിയാൽ മിനിമം 1 സെക്കൻഡ് വരെയൊക്കെ അത്യാവശ്യം കുറച്ചെങ്കിലും പവർ വരും. തേടകന്ന് വിട്ടാൽ വലിക്കത്തില്ല, എരച്ചോണ്ടിരിക്കും. സത്യം ഭയങ്കര എരപ്പായിരുന്നു. ഇപ്പം വണ്ടി ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ ഇരിക്കുക ഞങ്ങൾ രണ്ടുപേരും. ആദ്യം ഞാൻ അതിൻ്റെ സന്തോഷം മുഖത്ത് കാണാം. ഗൈസ്, ഇതാണ് ആള്. ജ്യൂസ് ഹായ് പറ. ഹായ്. ആളി 2 ദിവസം മുങ്ങിയിട്ട് പിറ്റേ ദിവസം വന്ന മൂലം കാലിൻ്റെ ഇവിടെ വലിയൊരു മുറിവ് വന്ന് ഇപ്പം പോയി. അത് മാറി. ഭയങ്കര കാല് താഴെ വെക്കത്തില്ലായിരുന്നു. അങ്ങനെ അവിടെ കൊണ്ടുവന്ന്. മീൻസ് എൻ്റെ വീടെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്ന് 17 കിലോമീറ്റർ ഉണ്ട് ഇവിടെ. ഇവിടെ കൊണ്ടുവരുന്നതിന് കാര്യം എന്ന് വെച്ചാൽ നല്ല എൻ്റെ കെയറും ഡോക്ടർമാരൊക്കെ നല്ല ഡോക്ടർമാരാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. എൻ്റെ വീട്ടിൽ 17 കിലോമീറ്റർ ഉണ്ട്. എൻ്റെ വീടിനടുത്തൊരു ഹോസ്പിറ്റൽ ഉണ്ട്. അവിടെ ആരും വെറുതെ ഒരു ഹോസ്പിറ്റൽ തുറന്ന് വെച്ചേക്കുണ്ട്. ഇവിടെ കൊണ്ടുവന്ന് ഇവർ കറക്റ്റായിട്ട് എല്ലാം ചെക്ക് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്യും. ഇല്ലടാ, ആളെ തീർന്ന് ഇനി ഇഞ്ചക്ഷൻ ഇല്ല. തലയിൽ ഈ മുറിവിനകത്തുനിന്ന് ഓയിൽമെൻറ്റ് നക്കി തിന്നായിരിക്കാൻ ഈ തലയിൽ സാധനം ഇട്ടേക്കുന്നത്. അല്ലടാ, അല്ലേ? ഏതാ? അതേ ഉള്ളൂ. പിന്നാണ് ഇതാണ് ഹോസ്പിറ്റൽ. അടൂര് ഹോസ്പിറ്റലാണ്. അടൂര് വെറ്റിനറി ഹോസ്പിറ്റല്. സൂപ്പർ ഹോസ്പിറ്റലാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇവിടെ കൊണ്ടുവന്നാൽ മതി. കാരണം നല്ല ഡോക്ടർമാരാണ്. നമ്മളോട് ഡോക്ടർമാരായാലും നല്ല കാര്യമൊക്കെയാണ്. ഇല്ലടാ, അതുകൊണ്ട് എപ്പോഴും നല്ല മുറിവിനെല്ലാം മാറ്റമുണ്ട്. ഇതിന് മുമ്പ് ഞാൻ ഇവനെ കൊണ്ടുവന്നു. ഇവനെ തന്നെ നടുവിൻ്റെ വെയിനെന്താ പ്രശ്നം തളർന്നു പോയായിരുന്നു. അല്ലെങ്കിൽ നടക്കത്തില്ലായിരുന്നു. ഒരു കുടം കമത്തിയോടെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഇവിടെ കൊണ്ടുവന്നത് പിന്നെ ആളെ നേരെയായി. ഞാൻ വെച്ച് നടക്കത്തില്ല, ഇനി ജന്മത്തിൽ നടക്കത്തില്ലെന്ന് കഴിച്ച്. ഒരു ദിവസം വീട്ടിൽ അതിന് മുങ്ങിയിട്ട് പോയതാണ്. മുങ്ങിയിട്ട് വന്നവൻ മുന്നിൽ നടക്കത്തില്ല. അങ്ങനെ അത് മാറി. ഇവിടെ വന്നിട്ട് 7 ദിവസം വന്ന് അടുപ്പ് ഇഞ്ചക്ഷൻ എടുത്തിട്ടായി അത് മാറിയത്. ഇവൻ തന്നെ വീട്ടിലെ ഏറ്റവും അഹങ്കാരം പിടിച്ച ഒരുത്തനെ ഇവൻ. എല്ലായിടത്തും പോയി അടി ഉണ്ടാകും. എന്നിട്ട് ഇങ്ങനെ ഓരോ പണി. ഇവനെ മാത്രം ഞാൻ വീട്ടിൽ നിന്ന് ആശുപത്രി കൊണ്ടുവന്നിട്ടുള്ളൂ. ബാക്കി 2 ഒരു കുഴപ്പമില്ല. ഇവനെ കണ്ട എല്ലായിടത്തും പോയി അടിയും വാങ്ങിച്ചുകൊണ്ട് വന്ന് പ്രശ്നമാണ്. പക്ഷെ അടി വാങ്ങിക്കുന്നത് കൊടുക്കത്തവരുടെ ഒന്നുമില്ല. ഇല്ലടാ, നമ്മൾ സമാധാനത്തിന് പാതയില്ല. അത്രേ ഉള്ളൂ. ഗായ്സ്, നമ്മൾ വിശന്നപ്പോൾ നമ്മളൊരു ലൈം കുടിച്ചിട്ട് എന്തായാലും കഴിക്കാന്ന് വെച്ച് കയറിയതാ. ഒരു സ്ഥലം ഇവിടെ ബാംഗ്ലൂർ ജ്യൂസ് ആൻഡ് ഫുഡ്സ് അങ്ങനെ എന്തോ. ബാംഗ്ലൂർ ജ്യൂസ് ആൻഡ് ഫുഡ്സ് അങ്ങനെ ഒരു സംഭവമാണ്. എന്തുകൊണ്ടാണ് ഞാൻ കഴിച്ചിട്ട് വരാം. ഗായ്സ്, ഞങ്ങളങ്ങനെ
ഞാനൊരു ക്ലാസിക് റോളും അളിയനൊരു ചീസ് റോള് ബട്ടർ ചിക്കൻ റോള് കൊള്ളാം, സൂപ്പറായിരുന്നു. ഞങ്ങൾ 2 ലൈമും കൂടി കുടിച്ചു. ഭയങ്കര ചൂടായോണ്ടാകുമ്പോ ഭയങ്കര ദാഹവും വിശപ്പും. അതെ, പൂച്ച അവൻ കിടന്ന് കരയും. എന്തായാലും വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും കൊടുക്കണം അവന്. വീട്ടിലോട്ട് പോവാണ്. നമ്മള് വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. അവന്റെ ഹോസ്പിറ്റലിൽ പരിപാടി എല്ലാം കഴിഞ്ഞു. ഇനി ഹോസ്പിറ്റലിൽ വരണ്ട, കഴിഞ്ഞ് 3 ഇഞ്ചക്ഷൻ എടുത്ത് അത് ഉണങ്ങി, അത്യാവശ്യം ഉണങ്ങി. ഇനി ഓയിൽമയോട് തയ്ച്ചാൽ പറഞ്ഞു ഡോക്ടർ. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ ഗായ്സ്. നമ്മുടെ അന്നേരം ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ആൽബണം പോവാ. വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത് ഇനിയിപ്പം അടുത്ത അസുഖം വരുമ്പം കാണാം. അല്ലെ ഇനി അടുത്ത ഉണ്ടായിക്കൊണ്ട് വരണം, അന്നേരം നമ്മൾ അടുത്ത കാണും. അതുവരെ ശരിയെങ്കിൽ ബ്ലോഗ്. ഓക്കെ ബൈ. ഓക്കെ.